ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ മഹാഭാഗവതത്തിലേക്ക് തന്നെ മടങ്ങാം. ഹേ ദ്വിജ ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ പ്രശ്നം ചെയ്തതനുസരിച്ച് ശ്രീഹരിയുടെ ലീലാകഥകളെ എന്നാലാവും വിധം ഇവിടെ കീർത്തിക്കപ്പെട്ടു. ശ്രീ ഭഗവാന്റെ തിരുനാമ മഹിമയെ വർണ്ണിക്കുവാൻ ആർക്കു കഴിയും? പതിതനോ സ്ഖലിതനോ ആർത്തനോ ക്ഷുത് വിവശനോ ആരായാലും അവശനായിട്ടെങ്കിലും ശ്രീഹരയേ നമഃ എന്ന് ഹൃദയംഗമായി കീർത്തിച്ചാൽ സർവ പാതകങ്ങളും ഭസ്മമാകുന്നു. അനന്തമഹിമാവായ ശ്രീ ഭഗവാനെ ശക്തിക്കൊത്തവണ്ണം കീർത്തിക്കുന്നവൻ്റെ ഹൃദയത്തിൽ തന്തിരുവടി കാരുണ്യപൂർവ്വം പ്രവേശിച്ച് അശേഷ വ്യസനങ്ങളെയും നശിപ്പിക്കുന്നു. അല്പമനുഷ്യരായ നമ്മുടെ കർത്തവ്യം തിരുനാമ സങ്കീർത്തനം മാത്രമാണ്. ശ്രീ ഭഗവാന്റെ കല്യാണ ഗുണങ്ങളെ കീർത്തിക്കുന്ന വാക്കുകൾ മാത്രം സത്യം. അവ മാത്രമാണ് മംഗളകരം. അവ മാത്രമാണ് പുണ്യപ്രദം. ഭഗവത് സംബന്ധമില്ലാത്ത വാക്കുകളെല്ലാം നിഷ്ഫലമാണെന്നു മാത്രമല്ല അസത്യവും അശോഭനവുമാണ്. മനുഷ്യനെ മുക്കി ശ്വാസം മുട്ടിക്കുന്ന ബഹുവിധ ശോകങ്ങളാകുന്ന മഹാസമുദ്രത്തെ നിശേഷം വറ്റിക്കുവാനും മനസ്സിന് ശാന്തിയും പ്രസാദവും നൽകുവാനും നവമായി രുചിയുണ്ടാക്കി രമിപ്പിക്കുവാനും ഉത്തമ ശ്ലോകനായ യദുനാഥൻ്റെ പുണ്യ യശസ്സിനെ കീർത്തിക്കുന്ന വാക്കുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റുള്ള വാക്കുകൾ അവ എത്ര തന്നെ അർത്ഥാലങ്കാര പുഷ്ടിയുള്ളവയാണെന്ന് തോന്നിയാലും ശ്രീഹരിയുടെ പാവന യശസ്സിനെ സ്പർശിക്കാത്തിടത്തോളം കാലം കാകതീർത്ഥമെന്ന പോലെ വിഷയികൾക്ക് രസിക്കാം എന്നല്ലാതെ വിവേകികളായ പരമഹംസന്മാർ അവയെ തിരിഞ്ഞു നോക്കുകയില്ല. അച്യുത സാന്നിധ്യമുള്ളിടത്തു മാത്രമേ മഹാത്മാക്കൾ രമിക്കുകയുള്ളൂ. അനന്തമൂർത്തിയുടെ തിരുനാമമുദ്ര അവിടവിടെ നിർലോഭം പതിനു കാണപ്പെടുന്ന വാക്യങ്ങളെ സാധുക്കൾ പ്രീതിപൂർവം കേൾക്കുകയും പറയുകയും കീർത്തിക്കുകയും ചെയ്യും. അവ സാഹിത്യ ദൃഷ്ട്യാ തരം കുറഞ്ഞതാണെങ്കിലും പ്രതിശ്ലോകം അബദ്ധപ്രയോഗങ്ങളാണെങ്കിൽ കൂടിയും ഭഗവത് നാമാങ്കിതങ്ങളാണെന്ന ഏകവിശേഷത്താൽ അവയുടെ മറ്റു കുറവുകളൊന്നും മഹാത്മാക്കൾ ഗണ്യമാക്കുകയില്ല. കാരണം തിരുനാമങ്ങൾ ജനസമുദായത്തിൻ്റെ പാപങ്ങളെ സമൂലം നശിപ്പിക്കുന്നു. നിരഞ്ജനവും കർമ്മങ്ങളാൽ അപ്രോപ്യവുമായ ബ്രഹ്മജ്ഞാനം തന്നെയും അച്യുതഭക്തിയോടുകൂടി ചേർന്നതല്ലെങ്കിൽ ശോഭിക്കുന്നതല്ല. അങ്ങനെയിരിക്കെ ഈശ്വരാർപ്പിതമല്ലാത്ത കർമ്മങ്ങളുടെ കാര്യം പറയണമോ? അവ ഒരു പക്ഷേ ഭൗതികമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതല്ലല്ലോ ജന്മസാഫല്യം. നേരെ മറിച്ച് ശ്രീഹരിയുടെ ഗുണമഹിമകളുടെ ശ്രവണ കീർത്തനങ്ങളാൽ തന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ ഒരിക്കലും മറക്കാത്ത സ്ഥിതിവിശേഷം കൈവരും. അവിഛിന്നമായ ഹരിസ്മരണ കൊണ്ട് സകല പാപങ്ങളും ഭസ്മമാകുന്നു. അന്ധകരണം നിർമ്മലവും പ്രശാന്തവുമാകുന്നു. ശ്രീനിവാസനിൽ നിരതിശയ പ്രേമം താനെ സിദ്ധമാകുന്നു. അതിനെ തുടർന്ന് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുന്നു. അനശ്വരമായ ഈ സമ്പത്തല്ലേ നമുക്ക് വേണ്ടത്? യാതൊരു വിശേഷ പരിശ്രമവും കൂടാതെ ഈ പരമലാഭം സിദ്ധിക്കുന്ന അനന്യ ഭക്തന്മാർ തന്നെയാണ് ഭാഗ്യവാന്മാർ. ശ്രീമദ് ഭാഗവത ശ്രവണ കഥനങ്ങൾക്കുള്ള ഫലമെന്തെന്നും എത്രയെന്നും നിർണയിച്ച് പറയുവാൻ ആർക്കും സാധ്യമല്ല. പ്രതിദിനം ഒരു ക്ഷണമെങ്കിലും ഭാഗവതം ശ്രദ്ധാപൂർവം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ഭഗവത് പ്രാപ്തി കൈവന്നതു തന്നെ. എന്താണ് ശ്രീമദ് ഭാഗവതത്തിന് മാത്രം ഇത്ര വിശേഷം എന്നാണെങ്കിൽ കലിമല നാശകനായ ശ്രീഹരി ഇത്രത്തോളം മറ്റൊരു ഗ്രന്ഥത്തിലും കീർത്തിക്കപ്പെട്ടിട്ടില്ല എന്നതു തന്നെ. ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീഹരിയെ അനുപദം കീർത്തിച്ചിരിക്കുന്നതായി കാണാം. മഹാത്മാക്കളെ, നിങ്ങൾ എന്നിൽ മഹത്തായ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എങ്ങനെയെന്നാൽ ലോകവന്ധ്യരായ മഹർഷിമാർ നിറഞ്ഞ സഭയിൽ വെച്ച് പരമാചാര്യനായ ശ്രീ ശുഗന്റെ തിരുമുഖത്തു നിന്നും ഞാൻ കേട്ടതായ ഭാഗവത തത്വം ആദ്യന്തം വീണ്ടും സ്മരിക്കാൻ ഇടയാക്കിയല്ലോ. ഞാൻ ധന്യനായി. ലോകസൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും ആദ്യന്തഹീനനും അനന്തനും അപ്രമേയനും സർവഭൂതാത്മാവും അചിന്ത്യ മഹിമാവുമായ സാക്ഷാത് അച്യുതന് നമസ്കാരം. പ്രകൃതി തത്വങ്ങളെ കൊണ്ട് തന്നിൽ നിന്ന് തന്നെ സകല സ്ഥാവര ജംഗമങ്ങളെയും സൃഷ്ടിച്ച് തന്നിൽ തന്നെ വെച്ച് സംരക്ഷിക്കുന്ന സത്യനാനാനന്ദ സ്വരൂപനായ അധോക്ഷജന് നമസ്കാരം. ശ്രീ വേദവ്യാസ ഭഗവാന്റെ പുത്രനായി അവതരിച്ച ഭഗവാൻ ശ്രീശുകൻ സ്വാത്മാനന്ദത്താൽ പരിപൂർണ തൃപ്തനാണ്. ആത്മാരാമന്മാരിൽ അഗ്രഗണ്യനാണ് ശ്രീശുകൻ. എങ്കിലും വൃന്ദാവന വിഹാരിയുടെ ദിവ്യ മനോഹര ലീലയെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകം കേട്ടപ്പോൾ അപഹൃത ചിത്തനായി ഭവിച്ചു. വിരക്ത ശിഖാമണിയായ തനിക്ക് തൻ്റെ സഹജ സമാധിയിലിരിക്കാൻ കഴിയാതെ ശ്രീകൃഷ്ണ ലീലാമൃതം ആസ്വദിക്കാൻ ഇറങ്ങി വന്നു. പിതാവിൽ നിന്നും ശ്രീമദ് ഭാഗവതം മുഴുവൻ പഠിച്ചു.
ആ കഥാഗാനത്തിൽ നിന്നും ആദ്യാപി വിരമിച്ചിട്ടില്ല. ഘോര സംസാര ബന്ധിയിൽപ്പെട്ട് ദഹിക്കുന്ന സകലരുടെയും ദുഃഖനിവൃത്തിക്കായി സുഖസാധ്യമായ ഈ മഹാദീപത്തെ പ്രായോപ്രവേശം ചെയ്ത് പരീക്ഷത്തിനെ നിമിത്തമാക്കിക്കൊണ്ട് പ്രകാശിപ്പിച്ചു. കരുണ സമുദ്രമായ ആ ഭാഗവത ഗുരുനാഥൻ്റെ ശ്രീപാദ പല്ലവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ സദാ അലങ്കരിക്കുമാറാകട്ടെ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.